ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് നിഫ്റ്റി ഒരു റേഞ്ച് പൗണ്ടായി കാണുന്നു. ഞാൻ 22,725 22,966 ഇങ്ങനെ ഫ്യൂച്ചർ പ്രൈസിൽ ആ റേഞ്ചിലാണ് കാണുന്നത്. പിന്നെ എനിക്ക് ഒരു സ്റ്റോക്ക് ഞാൻ കാണുന്നത് ഇപ്പോൾ കാണുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ഗാർഡൻ റീച്ചിൻ്റെ അവർ പറയുന്ന അവർ ഓർഡർ ബുക്ക് 24 കോടിൻ്റെ 24,000 ക്രോഡ്സിൻ്റെ ഓർഡർ ബുക്ക് അവരെ കയ്യിലുണ്ട്. അതിൻ്റെ പ്രോഫിറ്റും 11% കൂടിയിട്ടുണ്ട്. അതിൻ്റെ CMP വരുന്നത് 1338. അതിൻ്റെ PE 26 ടൈംസിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ്. ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് കമ്പനി, ബട്ട് എനിവേ ദിസ് ഇസ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. അതുപോലെ ബർബോൺ വിസ്കി, നമ്മൾ ജാക്ക് ഡാനിയൽ, നിങ്ങളെല്ലാം സെൻറ്റ് ഓഫ് എ വുമൺ എന്ന് പറഞ്ഞ അൽപാസിനോൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവും. അയാളിങ്ങനെ ജാക്ക് ഡാനിയൽ വിസ്കി കുടിച്ചിരിക്കുന്നു. അപ്പോൾ ജാക്ക് ഡാനിയൽ വിസ്കിൻ്റെ ഒക്കെ വില കുറയാൻ പോകുന്ന ഇന്ത്യയിൽ, കാരണം ട്രംപിൻ്റെ ടാരിഫ് ക്രിറ്റിസിസം കൊണ്ട് ഇന്ത്യ അതിൻ്റെ ടാരിഫ് കുറക്കാൻ പോകുന്നത് കേട്ടു ഞാൻ ജാക്ക് ഡാനിയലിൻ്റെ. അപ്പോൾ ജാക്ക് ഡാനിയലിൻ്റെ വിസ്കി കുടിക്കുന്ന കൂട്ടർക്ക് ഒരു ഗുഡ് ന്യൂസ് ആയത്. പിന്നെ നമ്മുടെ ഈ ഫാമിലിയിൽ ആരെങ്കിലും ഡോക്ടർമാരോ നമ്മുടെ കുട്ടികളോ ആരെങ്കിലും, അല്ലെങ്കിൽ എനിവേ യുവർ ഫ്രണ്ട്സ് ഓർ എനിബഡി നോസ് ഡോക്ടേഴ്സ്, ഈ ഒരു ഡോക്ടർ ഒരു ഡൈയിങ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് കാണുന്ന സമയത്ത്, ഒരു ടെർമിനൽ പേഷ്യൻ്റ് കാണുന്ന സമയത്ത് വാട്ട് ദ ഡോക്ടർ ക്യാൻ ഡു. സി, ഡോക്ടർ ഷുഡ് ഡു എവറിത്തിങ് പോസിബിൾ ടു ഗിവ് ഹിം എ ഈസി ഡെത്ത്. പക്ഷേ അത് പലപ്പോഴും സംഭവിക്കാറില്ല. എല്ലാ ഡോക്ടറും എല്ലാ പേഷ്യൻസും പറയുന്നത്, ടെർമിനൽ പേഷ്യൻസ്, മരിക്കാനായ പേഷ്യൻസ്, ഡോക്ടർ പ്ലീസ് ഗീവ് മി ആൻ ഈസി ഡെത്ത്, അതാണ് പറയുന്നത്. പക്ഷേ ഈ ജൂതന്മാർ പിന്നെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്ക് സെൻറ്റൻസ് ഉണ്ട്, മേ ഹിസ് മെമ്മറി ബി ഫോർ എ ബ്ലസ്സിങ്. സോ അതുപോലെ ഈ നമ്മളപ്പോൾ നമ്മളെ വി ഷുഡ് ബി കോൺസ്റ്റൻറ്റ് അവയർനെസ് ആയിരിക്കണം. സി, അവർ എക്സിസ്റ്റൻസ് ഈസ് ഫൈനൈറ്റ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞ പോലെ, ഡെത്ത് നെവർ ഗിവ്സ് യു എ നോട്ടീസ് പീരീഡ്, ഇറ്റ് കംസ് അൺഎക്സ്പെക്റ്റഡ്ലി, എനി ടൈം, എനി മൊമെൻറ്റ് ഇറ്റ് ക്യാൻ കം. സോ ദാറ്റ് ഈസ് വാട്ട് എവറിബഡി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. സോ നമ്മളെന്താ വെച്ചാൽ, നമ്മളിപ്പം മിക്കവാറും ഈ കേരളത്തിലുള്ള ഈ ഓൾഡ് പാരൻസൊക്കെ വാട്ട് ദർ ഫിയർ ഈസ് ദാറ്റ് ദേ വിൽ ബി ലെഫ്റ്റ് ടു ഡൈ അലോൺ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദർ ചിൽഡ്രൻസ് വർക്കിംഗ് അബ്രോഡ്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരും നമ്മുടെ കൂടെ ഇല്ല, നമ്മൾ അലോണാണുള്ളത്. സോ വി ഹാവ് ടു ഡൈ അലോൺ. സോ ഇതാണ് നമ്മളെ അറ്റ് ദ പ്രസൻസ് ഓഫ് അവർ പാസിങ്, വി ഫീൽ ദാറ്റ് വി വിൽ റിമൈൻ അൺഅറ്റൻഡ് ആൻഡ് ഐസൊലേറ്റഡ് എന്നുള്ള ഫീലിംഗ് നമുക്ക് പലപ്പോഴും പല പേഷ്യൻസിനും പല പാരൻസിനും ഓൾഡ് പാരൻസിനും ഞാൻ സംസാരിച്ച സമയത്ത് എനിക്കിത് മനസ്സിലാക്കാൻ പറ്റി. പല ആളും എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്. സോ വി വിൽ ബി അൺഅറ്റൻഡഡ്, വി വിൽ ഹാവ് ടു ഡൈ അലോൺ. അത് ഞാൻ അവരോട് പറയുന്നത് വെച്ചാൽ, സി, ദർ ഇസ് യു മേക്ക് എ സ്പിരിച്വൽ കമ്പാനിയൻഷിപ്പ് നിയർ ദി എൻഡ് of your life that give you hope. Thank you.